കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തത് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസന്മാർ 2 പേരുണ്ട്. ആദ്യമായിട്ട് നാം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് എം കിടങ്ങാലിൽ. അതിനുശേഷം നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ക്ഷണിച്ച് ഇവിടെ കടന്നു വന്ന ഇന്നലെയും ഇന്നുമായി ഇവിടെ നമ്മുടെ അമ്മയെ മുൻപിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആസാദി TV ചാനലിൽ കൂടെ അനേക ആയിരങ്ങളെ സാക്ഷ്യത്തിൽ കൂടെ ആമേൻ ദൈവത്തിങ്കിലേക്ക് നേടുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ സ്തോത്രം മുംബൈയിൽ താമസമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഫിന്നി യോഹന്നാൻ, തുടർന്ന് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ തോമസ് കിടങ്ങാലിൽ മുന്നോട്ട് കടന്നു വരും. അതിനുശേഷം പ്രിയ പിന്നി പാസ്റ്റർ. സ്തോത്രം. കൂരിരുൾ താഴ്വരാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിസ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിസ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് തന്നെയാണ് എൻ്റെ സാക്ഷ്യം. ഇന്ന് പകൽക്കാലം 2026 നമ്മുടെ 29ാമത്തെ സെൻട്രൽ കൺവെൻഷനോടുള്ള അനുബന്ധത്തിൽ ഈ ഞായറാഴ്ച നിങ്ങളുടെ മധ്യ എഴുന്നേറ്റ് നിൽപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം കലങ്ങരയുടെ കയ്യിൽ അല്പസമയം സംസാരിക്കുവാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു മെസ്സേജ് അതിൻ്റെ വാക്യം കൊടുത്തിരുന്നു. അത് കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ആ മെസ്സേജ് എനിക്ക് പറയുവാൻ തീർക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അല്പസമയം നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചിട്ട് കർത്താവിന്റെ ദാസന് സമയം വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. സഹവത്തനായ അരിസ്തർഹോസും മച്ചുനായ മർക്കൂസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ക്രിസ്തുസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവുദ്യക്കാർക്കും ഹീരാപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഈ ഭാഗം കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. 10-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് എന്ത് പറയാനാണ് ഞാൻ നിൽക്കുന്നതെന്ന്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന 4-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ ഒരു 7-ാം വാക്യം തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊരു മെസ്സേജ് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് മാത്രമേ പരാമർശിക്കത്തുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിലെല്ലാം എവിടെ അവസാനിപ്പിക്കുന്നോ അവിടെ എല്ലാം തൻ്റെ കൂടെ ശുശ്രൂഷിച്ച
ദൈവദാസന്മാരുടെ പേരുകൾ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഒരു കൂട്ടം ദൈവമക്കളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഒറ്റയ്ക്ക് ഉള്ള പ്രവർത്തനത്തിനേക്കാളും അപ്പുറമായിട്ട് കൂട്ട് സഹോദരന്മാർ ഒരുമിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യുകയാണ് ദൈവനാമ മഹത്വത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം എന്ന് ഹല്ലേലൂയ വളരെ ജ്ഞാനിയായിട്ടുള്ള അഭിഷിക്തനായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എല്ലാം പലരുടെയും പേരുകൾ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് ഞാൻ ഇന്ന് വായിച്ച 6 പേരുടെ പേരുകളാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് അരിസ്തഹോസ്, അദ്ദേഹത്തിനെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ പറയുവാനാണെങ്കിൽ അധിക സമയം എടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വാക്ക് മാത്രമാണ് അതിന്റെ മുന്നിൽ എഴുതിയിരിക്കുന്നത്, എന്റെ സഹഭക്തനായ അരിസ്തർഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ താൻ യാത്ര ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ജയിലിലായപ്പോൾ, കപ്പൽ ഛേദത്തിലായപ്പോൾ, സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ പോയപ്പോഴെല്ലാം കൂടുള്ള സഹബദ്ധൻ. എന്താണ് സഹബദ്ധൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോസ്തലനായ പൗലോസിനെ അവർ തടവിലാക്കി, എന്നാൽ കൂടെ ഉള്ളവർക്കൊന്നും തടവിലാവേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പറഞ്ഞ അരിസ്തർഹോസ് തന്നെത്താനെ സ്വയമായിട്ട് ഹല്ലേലൂയ ആ ജയിൽ ശിക്ഷയിൽ പാത്രഹീനനായി തീർന്നു, അല്ലെങ്കിൽ അതിൽ ചേർന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം തന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും കൂടെ നടന്ന ആ ദൈവദാസനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതേ ഒരു വേറൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് മർക്കോസ് ആണ്. മർക്കോസിനെ നമുക്കറിയാം, ബർന്നബാസിന്റെ സഹോദരിയുടെ പുത്രനാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ മർക്കോസ് വേലയിൽ ഹല്ലേലൂയ പോകുവാൻ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായില്ല. അതിന് അനുസരിച്ച് ബർന്നബാസുമായിട്ട് ഹല്ലേലൂയ പിണങ്ങി അവർ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു മർക്കോസിന്റെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് തനാകുന്ന ഒരു വിധം ദൈവത്തിന്റെ വേലയിൽ ആകാഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് വളരെ തീക്ഷ്ണമായിട്ടുള്ള നടപടി എടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ മർക്കോസിന്റെ അവസാന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ മർക്കോസിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് 4:11 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അടുത്തൊരു വ്യക്തിത്വമാണ് യൂസ്തോസ് എന്ന് പറയുന്ന യേശു. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുകയും സഹബദ്ധനായി തീർന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ എപ്പഫ്രാസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ 2 വാക്യങ്ങളിലാണ് പറയുന്നത്. അദ്ദേഹം എന്തായിരുന്നു? കൊലോസി സഭയിലെ പാസ്റ്റർ ആയിരുന്നു. എന്നാൽ റോമിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ആ തടവിലായിരുന്ന സമയത്ത് വന്നും പോയി നിന്ന് സഭകളെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞ് ധനം ശേഖരിച്ചു കൊടുത്ത് അങ്ങനെ എന്തെല്ലാം ചെയ്യുവാമോ ആ കാര്യങ്ങളിലെല്ലാം വളരെ പ്രാപ്തി കാണിച്ച വ്യക്തിയും സർവസമയവും പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർണ്ണതയുള്ള വ്യക്തിയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3 പേർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് 13-ാം വാക്യത്തിൽ കാണുന്നതാണ്. ലവോദിക്കക്കാർക്ക് വേണ്ടി, ഹീരപ്പൊലിക്കാർക്ക് വേണ്ടി ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അപ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ മുട്ടുമടക്കുവാൻ എപ്പോഴും ആ ദൈവദാസൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ഈ പാസ്റ്റർമാർ മാത്രമല്ല ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ എന്ന മധ്യേ നിൽക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവര്, അവര് ശുശ്രൂഷിക്കുന്നവര്, അവര് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികൾക്കും സുവിശേഷം പറയുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബിസിനസ് തരമായിട്ട് ബന്ധപ്പെട്ട് നല്ല തലത്തിൽ ചെല്ലുന്നവർക്ക് അവരുടെ നന്മകൾ കൊണ്ട് സുവിശേഷ വില വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആരും ശ്രദ്ധിക്കാത്തത്, എനിക്ക് ശാരീരികമായിട്ടുള്ള ശക്തി ഇല്ലെങ്കിൽ തന്നെയും ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ഇന്ന് നമ്മുടെ മധ്യേ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ഇന്ന് ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നവരെ നമ്മൾ കാണുന്നില്ല. അവരിത് കേട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് എന്താണ് പ്രസക്തി? ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ പുരോഹിതന്മാരോ ശ്രേഷ്ഠന്മാരോ പാസ്റ്റർമാരോ മാത്രമല്ല
കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ദൈവത്തിന്റെ വേല എന്ന് നമ്മൾ ഈ വർഷം മനസ്സിലാക്കേണ്ടത് അത്യന്താവശ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താണ്, വൈദ്യനായ ലൂക്കോസും. ഈ ലൂക്കോസ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈദ്യനാണ്, അല്ലെങ്കിൽ സുവിശേഷം എഴുതിയ ലൂക്കോസ് ആണ്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ദൈവദാസനാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ തന്റെ ജീവിതയാത്ര മുഴുവൻ യാത്ര ചെയ്ത് അപ്പോസ്തലനായ പൗലോസിനെ ശുശ്രൂഷിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിർവഹിച്ചും തന്റെ മരണം വരെയും ആദ്യം തൊട്ട് അവസാനം വരെയും നിന്ന വ്യക്തിയാണ് വൈദ്യനായ ലൂക്കോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒട്ടനവധി പേരുകൾ ഈ അധ്യായത്തിലുണ്ട്. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വായിച്ചിട്ട് അവരെക്കുറിച്ചൊക്കെ എന്താണ് പൗലോസ് പറയാൻ കാരണം, എന്തുകൊണ്ട് എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. പ്രിയ ദൈവമേ, എന്നെക്കുറിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇല്ലായ്മയിൽ കൊടുത്ത പ്രിയ സഹോദരി, എന്റെ ബിസിനസ്സിൽ നിന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്ത സഹോദരൻ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതപ്പെടുവാൻ ഇടയാക്കുന്നതിന് വേണ്ടി ഈ 2026 നമുക്ക് ഇടയാകണം. നമുക്കെല്ലാം ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ എഴുതിയിരിക്കുന്നത്. എന്നാൽ 3 വ്യക്തികളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പിന്നീട് ദേമാസിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. എന്താണ്, ദേമാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അവസാനം അദ്ദേഹമാണ് 6ാമത്തെ പേര് ഞാൻ പറഞ്ഞത്. അപ്പം ദേമാസ് ശുശ്രൂഷയിലുണ്ടായിരുന്നു. എന്നാലും നമുക്ക് 2 തിമോത്തിയോസിലേക്ക് കടന്നു വരുമ്പോൾ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു പോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സുവിശേഷ വേലയുടെ ഈ തുടക്കത്തിനേക്കാളും അത്യന്താവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അവസാനമാണ്. അവസാനം നമ്മൾ അവിടെ ചെല്ലുമോ, നിത്യതയെ ചെല്ലുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടമൊക്കെ ശക്തനായിരുന്നു ദേമാസ്. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനം എന്താണ്, ലോകത്തെ സ്നേഹിച്ചു പോയി. നമ്മൾ ശക്തരായിട്ട് നിൽക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നമ്മുടെ അവസാനം ഈ ലോകത്തിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് പോയതും അധ്വാനിച്ചതും എല്ലാം വൃഥാവായി തീരും. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, മർക്കോസ് ഉണ്ട്. മർക്കോസിന്റെ തുടക്കം എന്തായിരുന്നു, വളരെ നന്നായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വീണുപോയി. എന്നാൽ അവസാനം എന്തായിരുന്നു, നന്നായിരുന്നു. അതുകൊണ്ട് നിത്യതയിലുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത ആളെ കാണുന്ന ആരാണ്, ദേമാസ്. തുടക്കം വളരെ നന്നായിരുന്നു, എന്നാൽ ഒടുക്കം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോയി. എന്നാൽ ലൂക്കോസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം നല്ലതാണ്, തന്റെ ആത്മീയ യാത്ര നല്ലതാണ്, തന്റെ അവസാനവും നല്ലതാണ്. നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ തുടക്കം പോലെയാണോ ഇപ്പോൾ ഞാനായിരിക്കുന്നത്? എന്റെ തുടക്കം പോലെ എനിക്ക് തീരുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ടീമായിട്ടുള്ള ഒരു വർക്കാണ്. നമ്മുടെ കൂട്ട് സഹോദരന്മാരെ നമ്മൾ അംഗീകരിക്കണം, കൂട്ട് വേലക്കാരെ നമ്മൾ അംഗീകരിക്കണം, കൂട്ട് സഹോദരന്മാരെ നമ്മൾ കൈത്താങ്ങലാകണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. പൗലോസിന് എങ്ങനെ അവരുടെയൊക്കെ പേരെഴുതേണ്ടത്? ഹല്ലേലൂയ, ഞാൻ ചെയ്തു, എന്റെ കൂടെ ഇന്ന ആൾക്കാരുണ്ടെന്ന് പോലും പറയണ്ട, ഇവരൊക്കെ എന്റെ പുറകെ നടന്നതാന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ദൈവത്തിന്റെ വചനത്തില് ഈ ദൈവദാസന്മാരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പേരും ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെടുവാൻ നമ്മൾ ഒരുക്കത്തോട് ഈ വർഷമായിരിക്കുക. ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട ദേവദാസന്മാരുടെയൊക്കെ ഏറ്റവും വലിയൊരു കൺസേൺ സമയം മുൻപോട്ട് പോയെന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു ഫുഡിന്റെ സമയം കൊണ്ട് എടുത്തോളാൻ പറഞ്ഞു, ഇല്ലയോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്ക് തന്നെ നല്ല ചൂടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കും അതിൽ കൂടുതൽ, കാരണം നിങ്ങൾ പാക്ഡായിട്ടിരിക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. പല മുഖങ്ങളെ കാണുന്നു, നിങ്ങളെയൊക്കെ അക്നോളജ് ചെയ്യണമെന്നുണ്ട്. സ്റ്റേജിലുള്ള ദൈവദാസന്മാരുടെ എല്ലാം പേര് പറയണമെന്നുണ്ട്. ഇന്നലെ കുറച്ച് പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ആരുടെയും പേര് പറയുന്നില്ല. പ്രിയപ്പെട്ട പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, ഞാൻ കഴിഞ്ഞ ഒരു പുനലൂരിൽ നടന്നൊരു കൺവെൻഷൻ്റെ കർത്തൃമേശ ശുശ്രൂഷ ഞാൻ കണ്ടു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. പാസ്റ്ററുകളുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു, ഞാനൊന്ന് വിളിച്ചു. പാസ്റ്ററുകളുടെ ഓർമ്മ കാണുകയില്ല. ആസാദിയിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വിളിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി ഒരു ഇൻ്റർവ്യൂ തരണം മംഗളെ എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുംബൈക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ദൈവത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരി ആസാദിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
മുംബൈയിൽ നിന്ന് എന്നോടൊപ്പം പ്രതീഷ് ബ്രദർ വന്നിട്ടുണ്ട്. ജിജി പാസ്റ്റർ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് സാക്ഷ്യത്തിന് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയും സമയം പോയില്ലേ, അതുകൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുക, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ. പ്രതീഷ് നായർ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്നോടൊപ്പം ഈ ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് തിരിച്ച് മുംബൈക്ക് മടങ്ങിപ്പോവുകയാണ്. SMFG എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബാങ്കുണ്ട്, ഒരു ജപ്പാനീസ് ബാങ്കുണ്ട്, ജപ്പാനിലെ ഏറ്റവും വലിയ ബാങ്കാണ്. ഇന്ത്യയിൽ തന്നെ 1500 ബ്രാഞ്ചസ് ഉണ്ട്. ആ ബാങ്കിൻ്റെ സർവീസ് ഡെലിവറി ഇന്ത്യ ഹെഡാണ്. ആ ബാങ്കിൻ്റെ തന്നെ CTO ആയിരുന്നു, ചീഫ് ടെക്നോളജി ഓഫീസറായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയൊരു കഥയാണ് പ്രതീഷ് ബ്രദറിൻ്റെ കഥ. പ്രതീഷ് നായർ പേരുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിനെ സ്വീകരിച്ച ഒരു ദൈവവേദലാണ്. വലിയ കഥ. ഒരു 3.5 മണിക്കൂർ നമ്മുടെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് രോഹിണി സിസ്റ്റർ സാക്ഷ്യം ഒരു 3 മണിക്കൂറോളമുണ്ട്. നിങ്ങൾ സമയം പോലെ ആ സാക്ഷ്യം മുഴുവൻ കേൾക്കുക. ഞാൻ ജിജി പാസ്റ്ററിനോട് പറഞ്ഞു, പ്രതീഷ് ബ്രദറിനെ സ്റ്റേജിൽ കയറ്റിയാൽ 3 മണിക്കൂർ പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ് 3 മിനിറ്റ് കൊണ്ട് പറയുന്നത്? അതുകൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഇരിക്കാം. ദൈവം സഹായിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്നെ ഈ ചൂട് കൊണ്ടൊക്കെ അല്പം ക്ഷീണമൊക്കെ തോന്നി. എൻ്റെ കണ്ണുകൾ അടയുന്ന പോലൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്കും അത് തന്നെ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് ഒരു മത്രാൻ കഥയാണ്. ഒരു കഥ പറഞ്ഞു തുടങ്ങട്ടെ? ഓക്കെ അല്ലേ? ഒരു മത്രാൻ കഥയാണ്. ഒരു തിരുമേനി പള്ളി സന്ദർശിക്കുന്നെന്ന് കേട്ടിട്ട് ആളുകളെല്ലാം തടിച്ചുകൂടിയിരിക്കുക. തിരുമേനി വരുന്ന സമയം ആയിട്ട് തിരുമേനി എത്തില്ല. രാവിലെ മുതലേ ആളുകൾ ഇരുന്നിരുന്ന് വൈകിട്ടാണ് തിരുമേനി വന്നത്. വൈകിട്ട് തിരുമേനി എത്തി. ആളുകൾ വളരെ അവശരാണ്, ക്ഷീണിച്ചിരിക്കുക, പട്ടിണിയിരിക്കുക, തിരുമേനിയുടെ പ്രസംഗം കേൾക്കാനിരിക്കുക. അപ്പോൾ തിരുമേനി ആദ്യം സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ സഞ്ചരിച്ച് വന്നപ്പോൾ എൻ്റെ കാറിൻ്റെ AC കേടായിപ്പോയി, അതുകൊണ്ട് നാം ഒത്തിരി ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ ഇരുന്നങ്ങ് പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടോണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, തിരുമേനി ഇരുന്ന് പ്രസംഗിച്ചോ, ഞങ്ങൾ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞു. എനിക്കറിയാം, നിങ്ങളുടെ അവസ്ഥ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും ക്ഷമയെ ഞാൻ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു വലിയ മെസ്സേജ് പറയണമെന്നുള്ള ആഗ്രഹത്തോടൊക്കെയാണ് വന്നത്. സമയം ഒട്ടും മുൻപോട്ട് പോവുകയില്ല. എൻ്റെ വണ്ടി പിടിച്ചു നിർത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പണ്ടൊരു കൺവെൻഷൻ സ്റ്റേജിൽ കേട്ടു, ഷാരോൻ്റെ ഒരു ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ പ്രസംഗകന് ഫ്ലൈറ്റിൻ്റെ സമയമാകുകയും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഫ്ലൈറ്റ് അവിടെ നിൽക്കട്ടെന്നൊക്കെ പറഞ്ഞു. അത്ര പരാക്രമമൊന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ വാഹനങ്ങളൊക്കെ നിൽക്കുമെന്ന് നമുക്കറിയാം അല്ലേ? എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. മഴ നിന്ന അനുഭവമുണ്ട്. ഞാൻ ഓർക്കുന്നു, നാഗ്പൂരിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുവാൻ ഞാൻ സഞ്ചരിച്ചത് ഞാൻ ഓർക്കുന്നു. ബോംബെയിൽ വന്നിട്ടുള്ളവർക്കറിയാം, ദാദറിൽ നിന്ന് VT റെയിൽവേ സ്റ്റേഷനിൽ പോയി എനിക്ക് ട്രെയിൻ പിടിക്കണം. പക്ഷേ ദാദറിൽ വന്നത് ഒരു ദാദർ ട്രെയിൻ ആയതുകൊണ്ട് അത് വളരെ ദൂരെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയത്. അവിടുന്ന് ഒത്തിരി പിന്നെ നടന്നു പോകണം മെയിൻ സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്ക് ട്രെയിൻ പിടിക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ എന്നെ നാഗ്പൂർ വണ്ടി വിടുന്ന സമയമായപ്പോഴാണ് ഞാൻ ദാദറിൽ നിന്ന് ട്രെയിൻ പിടിക്കുന്നത്. ഞാൻ ലിറ്ററലി കണ്ട ഒരു മിറക്കിൾ ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് ട്രെയിൻ പിടിക്കണം, എൻ്റെ മീറ്റിങ്ങിന് എനിക്ക് എത്തണം. ഞാൻ ആ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എങ്ങനെങ്കിലും എളുപ്പം ഈ ട്രെയിനെ VT സ്റ്റേഷനിൽ എത്തിക്കണം. VT സ്റ്റേഷനിൽ എത്തിയാൽ പോരാ, പിന്നെ കുറേ പ്ലാറ്റ്ഫോം നടന്നു പോയിട്ട് ട്രെയിൻ കയറണം. ബോംബെ വന്നിട്ടുള്ളവർക്കറിയാം. ഏതാണ്ട് കുറഞ്ഞ പക്ഷം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും ദാദറിൽ നിന്ന് VTയിൽ ട്രെയിൻ എത്തുവാൻ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, VT സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിൽ വന്നിട്ട് ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിടും, എന്നിട്ട് മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ ട്രെയിൻ മിസ്സാകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ട്രെയിൻ പിടിച്ചു നിർത്താൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം നമ്മൾ നിമിത്തം മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നത് ശരിയാണ്. നമ്മുടെ പ്രശ്നം കൊണ്ട് അല്ലേ ട്രെയിൻ പിടിച്ചു നിർത്താൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, ഈ ട്രെയിൻ ഇച്ചിരി സ്പീഡിൽ പോട്ടെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, ഒരു മിറക്കിൾ സംഭവിച്ചു. 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ VT സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ട്രെയിൻ വന്ന് നിൽപ്പുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന യേശു അതീന്ദ്രിയമാകുന്ന അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്, പ്രാപ്തനാണ്. പ്രതീഷ് ബ്രദറിൻ്റെ ജീവിതം ഉദാഹരണമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിറക്കിൾസിലൊന്നാണ് പ്രതീഷ് ബ്രദറിൻ്റെ ജീവിതം. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ. അങ്ങനെ ഒത്തിരി വേദിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു സക്സസ് ഗുരു ആയിരുന്നു കേട്ടോ. NLP മാസ്റ്റർ എന്ന് പറയും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അതിൻ്റെ ഒരു മാസ്റ്ററായിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ പോയാണ് പഠിച്ചത്. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാസ്റ്ററെ, ഞാൻ 2 കോടി രൂപ ചെലവാക്കി പഠിക്കാൻ വേണ്ടി മാത്രം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം NLPയുടെ സ്ഥാപകനായ ആളിൻ്റെ അടുക്കൽ പോയി പഠിച്ചിട്ട് വന്ന ആളാണ്.
ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു സക്സസ് ഗുരു അവസാനം എനിക്ക് തോന്നുന്നു അദ്ദേഹം സിംഗപ്പൂരിൽ ജോലി ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ലണ്ടനിൽ 2 ഫ്ലാറ്റ്, മലേഷ്യയിൽ 2 ഫ്ലാറ്റ്, ഇന്ത്യയിൽ 2 ഫ്ലാറ്റ്, സിംഗപ്പൂരിൽ 2 ഫ്ലാറ്റ്, എല്ലാം കൂടി 8 ഫ്ലാറ്റ്, ബാങ്കിൽ ഒരു 10 കോടി രൂപ ഇത്രയും കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് 0 ആയത്. ഹല്ലേലൂയ. ഒരു സക്സസ് ഗുരു സമ്പൂജ്യനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവസാനം ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവ് വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ലിറ്ററലി ദൈവം എങ്ങനെ ജീവിതങ്ങളെ പണിയുന്നത്, റീസ്റ്റോർ ചെയ്യുന്നത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ട ഒരു സാക്ഷ്യമാണ് പ്രതീക്ഷ ബ്രദറിൻ്റെ സാക്ഷ്യം. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. വിളിച്ചു പറഞ്ഞാട്ട് കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ തോമസ് കിടങ്ങാലിൽ ആ വചനം പറഞ്ഞപ്പോൾ എനിക്കറിയാം എപ്പോഴും ദൈവം സംസാരിക്കുന്നത് നേതൃത്വത്തിലിരിക്കുന്ന ദൈവദാസന്മാരിലൂടെയാണ്. എൻ്റെ ചർച്ചിൽ ദൈവം എപ്പോഴും സംസാരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന പ്രവാചകനിലൂടെയല്ല. ഞാൻ വിശ്വസിക്കുന്നത് സഭ ആരെയാണ് ഏൽപ്പിച്ചത് അവരിലൂടെയാണ്. അത് ഇടയ ശുശ്രൂഷയുടെ അധികാരമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം, അങ്ങനെ കുറേ വിശ്വാസങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വചനത്തിലേക്ക് പോകാതെ ആ വചനം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അഭിഷക്തന് കർത്താവ് ജനത്തിനു വേണ്ടി കൊടുത്ത വചനം, ആ വചനം ഒരിക്കലും പരിശുദ്ധാത്മാവ് അടുത്തതായിട്ട് വരുന്ന പാസ്റ്ററോട് പറയത്തില്ല അതല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറയില്ല, അത് തന്നെ പ്രസംഗിക്കാനേ പറയത്തുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. നിങ്ങളെ കൊണ്ട് ഇന്നലെ വാക്യം ഒന്നും വായിപ്പിച്ചില്ല, സങ്കടപ്പെടരുത്. 1-2 വാക്യം ഇന്ന് ഞാൻ വായിപ്പിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം വായിച്ച മുഴുവൻ ഭാഗങ്ങൾ വായിക്കേണ്ട, 12-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പഫ്രാസ് അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസ്. ദൈവത്തിന് സ്തോത്രം. ചുരുക്കമായിട്ട് വേഗത്തിൽ കുറേ സെന്റൻസുകൾ ദൈവമക്കളോട് പങ്കുവെക്കുകയാണ്. ദേവദാസൻ ഉറപ്പിച്ചല്ലോ പൗലോസിന്റെ ഒരു ശുശ്രൂഷയുടെ രീതി. ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്നോടുകൂടെ ശുശ്രൂഷിക്കുന്ന ദൈവമക്കളുടെ പേര് പറയുമായിരുന്നു, അല്ലേ? സത്യമല്ലേ? ഞാനിവിടെ പ്രിയപ്പെട്ട എബ്രഹാം പാസ്റ്റർ അത്രയും ലിസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചിൻ്റെ അകത്തൊരു തീ തോന്നി, കർത്താവ് ഇത്രയും പേര് വായിക്കണോ? കാരണം ഞാൻ ഇന്നലെ പ്രസംഗിച്ചതാ, നമ്മുടെ ജഡം മരിച്ചിട്ടില്ലെങ്കിൽ ഒരു പേരേലും വിട്ടുപോയ പ്രശ്നമോ അല്ലേ പാസ്റ്ററെ? ജഡം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ജഡം മരിച്ചിട്ടില്ലെങ്കിൽ ഒരു പേര് വിട്ടുപോയാൽ പിന്നെ വലിയ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ദേവദാസനാണ് ഞാൻ. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ സൂക്ഷ്മതയോടെ പേര് പറയുന്നത്, അല്ലേ? ഒരു പേര് പോലും വിട്ടുപോകില്ല. പ്രതീക്ഷയോട് ഇന്നൊരു 100 ചോദ്യം ഇനിയും ചോദിക്കും. ഇവിടെ കണ്ടതെല്ലാം ചോദിക്കും. കാരണം പുതിയ വിശ്വാസി ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പുള്ളി ഒരു മാനേജർ ആയതുകൊണ്ട് കുറെ പഠിക്കാൻ എളുപ്പമാണ് പുള്ളിക്ക്. ഇന്ന് കുറേ ചോദ്യം എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ പാസ്റ്റർ ആ വചനം എടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ആ ചിന്തയങ്ങ് മാറി. എനിക്കൊരു കാര്യം മനസ്സിലായി. പൗലോസ് ലേഖനങ്ങളിൽ ആളുകളുടെ പേര് പറഞ്ഞതിനാ? അവർ വണങ്ങുന്ന ഓർത്തിട്ടാന്നോ? അല്ല, ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്നവരെ അക്നോളജ് ചെയ്യണം. അവരെക്കുറിച്ച് 2 നല്ല വാക്ക് പറയണം, വേണ്ടേ? അതുകൊണ്ടാണ് റോമാലേഖനം 16-ാം അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. ആ ഓരോ പേരും എടുത്തു പറഞ്ഞ് പ്രസംഗിച്ചിട്ടുള്ള അധ്യായമാണ്. മനോഹരമായ പേരുകൾ. നമ്മളൊക്കെ ഒത്തിരി പെൺകുട്ടികൾക്ക് ഇടുന്ന പേരുകളൊക്കെ ആ അധ്യായത്തിൽ നിന്നാണ് വന്നത്. പെർസീസിൻ്റെ ഒക്കെ പേരുകൾ ആ അധ്യായത്തിൽ നിന്നാണ് വന്നത്. പറയാൻ കട്ടിയുള്ള പേരുകളുണ്ട്. അങ്ങനെയുള്ള കുറേ പേരുകളുള്ള അധ്യായമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ള ഒരു പേരാണ് എപ്പഫ്രാസ്. എപ്പഫ്രാസിന്റെ ശുശ്രൂഷ എന്താണെന്നറിയാമോ? പ്രാർത്ഥനയിൽ പോരാടുക. എന്താണ്? എല്ലാവരും പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥനയിൽ പോരാടുന്നവർ ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് ആവശ്യമാണ്. ആരാണ് ആവശ്യം? പ്രാർത്ഥനയിൽ പോരാടുന്നവർ ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് ആവശ്യമാണ്. അങ്ങനൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, പോരാടിയുള്ള പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? പ്രാർത്ഥന പലതരത്തിലുണ്ട്. എപ്പഫ്രാസ് ചെയ്യുന്ന പ്രാർത്ഥനയുടെ പേരാണ് പോരാടിയുള്ള പ്രാർത്ഥന.
റസല് ചെയ്യുക, മല്ല് പിടിച്ചുള്ള പ്രാർത്ഥന. എങ്ങനെയാണ്? മല്ല് പിടിച്ചുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. എഫ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്നവർ ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് ആവശ്യമാണ്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം. ഇവിടെ എഫ്രാസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ മക്കളെ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 12ാമത്തെ വാക്യം. എഫ്രാസ് ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരാകാൻ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. എഫ്രാസിന്റെ പ്രാർത്ഥനാ വിഷയം എന്താ? സഭയിലെ വിശ്വാസികൾ തികഞ്ഞവരായി തീരണം, പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ ഈ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, തെസ്സലോനിക്ക ലേഖനത്തിൽ അല്ലേ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്ത് ചെയ്യണമെന്നാ? പഠിപ്പിക്കണം അല്ലേ? വചനം. അപ്പൊ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരാൻ വചനം പഠിപ്പിക്കണം. പക്ഷെ വചനം പഠിപ്പിച്ചാൽ മതിയോ? ഇവിടെ എഫ്രാസ് പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടണം എന്നാ. ഇനി ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം കേട്ടോ. ഇത് വളരെ വലിയ ഒരു ഇന്റർസീഡിങ്, ഒരു ഇടിവിൽ നിൽക്കലിന്റെ മധ്യസ്ഥതയുടെ ഉദാഹരണമാണ്. ഇത് വളരെ വലിയ ഒരു ഇടിവിൽ നിൽക്കലിന്റെ മധ്യസ്ഥതയുടെ ഉദാഹരണമാണ്. ദൈവദാസന്മാർ, ശുശ്രൂഷയിൽ നിൽക്കുന്നവർ, അവർക്ക് വേണ്ടി പേഴ്സണലി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചിലരുണ്ടാകണം. ദൈവദാസന്മാർ, ശുശ്രൂഷയിൽ നിൽക്കുന്നവർ, അവർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചിലരുണ്ടാകണം. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹം പറയാം. എനിക്ക് 101% ഉറപ്പാണ്, ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും എൻ്റെ ചർച്ച് ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് പറയുകയല്ല. ഞങ്ങളുടെ പാസ്റ്റർ പ്രതീക്ഷ സാക്ഷിയാ കേട്ടോ. ഞങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്നു, ഞങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം എൻ്റെ പിന്നിലുണ്ട്. എനിക്ക് 101% അത് ഉറപ്പാണ്. പ്രതീക്ഷനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയാം. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ എന്നോട് പറഞ്ഞു, എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നിങ്ങളോട് അല്ലേ, എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. എനിക്കത്ര ഇഷ്ടം ഈ ചേട്ടാ വിളി കേൾക്കാം. കാരണം പാസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയൊരു അകലമാണ്. അപ്പം നമ്മുടെ വിശ്വാസി നമ്മളെ ചേട്ടാ എന്ന് വിളിച്ചാൽ, പിന്നെ ചെറുപ്പക്കാരെന്നെ ഫിനിച്ചാന്ന് വിളിക്കുക, എനിക്കത് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഹലോ, നമ്മൾ ആളുകളുമായിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അല്ലേ, എത്ര സുന്ദരമാകുന്നൊരു ജീവിതം എന്നറിയാമോ? അപ്പം എന്നോട് ചേട്ടാ, ഞാൻ ഇന്ന് മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ പ്രാപിക്കാനല്ല ശ്രമിച്ചത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ മനസ്സ് പറഞ്ഞു, അടുത്ത ദിവസം മുതൽ ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഇങ്ങനെ ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ട്. അതിന് പറയുന്ന, ആ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് പേഴ്സണൽ ഇന്റർസീഡർ. എന്താണ് പേഴ്സണൽ ഇന്റർസീഡർ? ഇതൊന്ന് പഠിച്ചോണേ. വ്യക്തിപരമായി ഒരു ദൈവദാസന് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചിലർ. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതിന് പറയുന്ന പേരെന്താണ്? പേഴ്സണൽ ഇന്റർസീഡിങ്. എന്താണെന്നറിയാം അല്ലെ? മധ്യസ്ഥത പ്രാർത്ഥന, ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന. ഈ ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന എന്നതിന്റെ അർത്ഥം അറിയാമോ? ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന എന്നതിന്റെ അർത്ഥം അറിയാമോ? എന്താ അതിന്റെ അർത്ഥം? സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഗ്യാപ്പിൽ നിൽക്കുക, ഇടിവിൽ നിൽക്കുക. ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു മതിൽ പൊളിഞ്ഞാൽ എന്താ പ്രശ്നം? ഇംഗ്ലീഷിൽ ബ്രീച്ചസ് എന്ന് പറയും. ബ്രീച്ചസ്, ഇടിവുകൾ. ഇംഗ്ലീഷിൽ പറയുന്ന പദം ബ്രീച്ചസ്, ഇടിവുകൾ. മതിൽ പൊളിഞ്ഞു കിടന്നാലുള്ളൊരു പ്രശ്നം, ഒന്ന്, അകത്തുള്ളത് ഇവിടെ കൂടെ ചോർന്നു പോകും. ഹലോ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഇടിവുകളുണ്ടോ? അതിനെ പണിയണം. പണിതില്ലെങ്കിൽ അകത്ത് കിടക്കുന്നത് ചോർന്നു പോകും. അകത്ത് കിടക്കുന്നത്, നമ്മൾ ഈ ഡിസ്ട്രിക്ട് കൺവെൻഷനൊക്കെ വന്ന് 4 ദിവസം കർത്താവിൽ നിന്ന് പ്രാപിച്ചു.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പൊളിഞ്ഞു കിടക്കുന്ന ഭാഗമുണ്ടെങ്കിലുണ്ടല്ലോ, വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ പ്രാപിച്ചതെല്ലാം അങ്ങ് ചോർന്നു പോകും. ഞങ്ങൾ ബോംബെക്കാർ പറയുന്ന സിസ്റ്ററിനൊക്കെ അറിയാം, ബോംബെക്കാർ പറയുന്നതാ, ഞങ്ങളുടെ ചർച്ച ഞാൻ പറയുന്നതാ. 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞ് വലിയ അഭിഷേകവും കൃപയൊക്കെ പ്രാപിച്ചിട്ട് വിരാർ വണ്ടിയെ പോയി കയറുമ്പോൾ തെള്ളിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കി പ്രാപിച്ചത് മുഴുവൻ അങ്ങ് ചോർത്തിക്കളയും. ഹലോ, അപ്പൊ ഇടിവുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാപിച്ചത് ചോർന്നു പോകും. ഈ അവസാനത്തെ സെക്ഷനിൽ ഞാൻ പറയുക, പ്രാപിച്ചത് ചോർന്നു പോകല്ലേ. പ്രാപിച്ചത് ഈ വിടവ് അല്ലെങ്കിൽ ഇടിവ് വലുതാണെങ്കിൽ വേഗത്തിൽ ചോർന്നു പോകും. ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു സൂചി പോലെ ഒരു വിടവേ ഉള്ളൂ, ഒരാഴ്ചയൊക്കെ പിടിച്ചു നിൽക്കും. ഹലോ, പിന്നെ ഇനി ഒരു രഹസ്യം ഞാൻ പറയാം. ഇത് വെള്ളമല്ല കേട്ടോ. ഈ പ്രാപിച്ചത് വെള്ളം കുറച്ച് എയർ ടൈറ്റ് ആയിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും അല്ലേ. വെള്ളം നന്നായിട്ട് അടച്ചാൽ ഇരുന്നോളും. ശരിയാണോ ഞാൻ പറയുന്നത്? ആണോ? പക്ഷെ എണ്ണ അങ്ങനെ ഇരിക്കുമോ? ഇരിക്കുമോ? ഞങ്ങൾ ഈ നാട് വിട്ട് വെളിയിലായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഒരു ചെറിയ ഉദാഹരണം, നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേർക്ക് അച്ചാറ് പൊതിഞ്ഞ് കൊടുത്തില്ലേ? യാത്ര എയർ ടൈറ്റ് പൊതിഞ്ഞാലും ബോംബെ ചെല്ലുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കവറ് മുഴുവൻ എണ്ണയാ അല്ലേ. കാരണം എന്താ? എണ്ണ ചോരാൻ എളുപ്പമാ. അതിൻ്റെ പ്രതല എന്താ പറയുന്നത്, വിസ്കോസിറ്റി അല്ലേ. സയൻസ് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളില്ലേ? അതിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. വിസ്കോസിറ്റിയോ സർഫസ് ടെൻഷനോ എന്താ പറയുന്നത്. പഴയ ഫിസിക്സ് പാഠങ്ങൾ ഓർമ്മ വരിക. ഫ്രഷായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഞാൻ 10-35 വർഷം മുമ്പാണ് പഠിച്ചത്. കുറച്ചുനാൾ ഫിസിക്സ് പഠിപ്പിച്ചു കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിച്ചിരി എന്താ പറയുന്നത് കൂടുതലായതുകൊണ്ട് പിടിച്ച് കയറി അങ്ങ് ചോർന്നു പോകും കേട്ടോ. മറക്കരുത്, നമ്മുടെ അഭിഷേകം ചോരാൻ ഒത്തിരി എളുപ്പമാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് പ്രാപിച്ചത് വേണമെങ്കിൽ പോകുന്ന വഴിക്ക് ഓട്ടോക്കാരനുമായിട്ട് അടിയുണ്ടാക്കി ചോർത്തിക്കളയാം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കൊട്ടാരക്കര എത്തുമ്പോൾ ഒരു ചെറിയ ബാർഗൈനിങ്. എന്താ? അവൻ 10 രൂപ കൂടുതലെടുത്തു. നിന്റെ അഭിഷേകത്തിന് 10 രൂപ വിലയുള്ളോ? 10 രൂപ പോയ പോട്ടെന്നേ. പണ്ടത്തെ അമ്മച്ചി പണ്ട് പറഞ്ഞ ചെരുപ്പ് പോയാലും പോട്ട്. കേട്ടിട്ടില്ല കഥ? ഹലോ, കഥ കേട്ടിട്ടില്ല? പഴയ ഉപദേശി കഥയാ. ഞാനിതിന് പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, മടുപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. മെത്രാൻ പള്ളി വന്നപ്പം, ആ പഴയ മെത്രാൻ തന്നെയാണ് കേട്ടോ. പള്ളി വന്നപ്പം അച്ഛൻ ആ കൂട്ടത്തിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി മെത്രാൻ വരുന്ന ദിവസം അമ്മച്ചി ഇടയ്ക്കൊക്കെ വലിയ ഉറച്ച ഹല്ലേലൂയ പറയും. മോശമാകട്ടോ, മെത്രാന്റെ മുമ്പിൽ പറയരുത്. അമ്മച്ചി ശാന്തമായിരിക്കണം. അമ്മച്ചി ഈ പള്ളി ആരാധനയ്ക്ക് ശാന്തമായിരുന്നാൽ അമ്മച്ചിക്ക് ഞാൻ നല്ല പുതിയ ചെരുപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. മെത്രാന്റെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് സഹിക്കാൻ വയ്യ. അമ്മച്ചി വിളിച്ചു പറഞ്ഞു, ചെരുപ്പ് കിട്ടിയില്ലേലും ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പറയാൻ പറ്റുമോ? 10 രൂപ പോയാലും കുഴപ്പമില്ല. നീ പറയണം, എന്റെ അഭിഷേകം ചോരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പ്രാപിച്ചത് ചോർന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ വിടവിൽ കയറി നിൽക്കണം. ഹല്ലേലൂയ. പഴയ കാലത്ത് രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് കോട്ടമതിലൊക്കെ ഉണ്ട്. എവിടെങ്കിലും പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശത്രു അതിലൂടെ കയറി വരും. ഇവിടെ ചോർന്നു പോകുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെന്ത് ചെയ്യും? ശത്രു അവിടെ കൂടെ കയറി വരും. അപ്പോൾ ശത്രു കയറി വരുന്ന വഴിയെ അടയ്ക്കണം. അടയ്ക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. ശത്രു വരുന്നു. പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ വാൾ ഊരി പിടിച്ചിട്ട് ഈ ഇടിവിലേക്ക്, ഈ വിടവിലേക്ക് കയറി നിന്നിട്ട് പറയും, എന്റെ ശവത്തിൽ ചവിട്ടിയ അകത്ത് ആൾ കയറാൻ പറ്റുകയുള്ളൂ. അതിനാണ് മധ്യസ്ഥത അണയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ ദ ഗ്യാപ്പ്, ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? നിങ്ങൾ ഇടിവിൽ നിൽക്കണം. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. നിങ്ങൾ ഇടിവിൽ നിൽക്കണം. അഭിഷക്ത ദാസന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. ലോകം മുഴുവനുള്ള പാസ്റ്റർമാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങൾക്ക് നിൽക്കാം കേട്ടോ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിന് വേണ്ടി ഇടിവിൽ നിൽക്കാനാ. ഹലോ, നമ്മൾ എളുപ്പ വഴിക്ക് പറയും ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി. അതൊരു സൂത്രപ്പണിയാ. അത് നിർത്തിയിട്ട് പറയണം, എന്റെ പാസ്റ്റർക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതെനിക്ക് വന്ന് പാസ്റ്റർ പറയാനിരുന്ന കാര്യങ്ങൾ ഞാൻ എന്നെ കൊണ്ട് ദൈവാത്മാവ് പറയിക്കുക. പരിശുദ്ധാത്മാവേ, ഇതൊക്കെ പറയിക്കാൻ എന്നെയും കണ്ടുവിട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു തുടങ്ങിയില്ല, പോരാട്ടമായിരുന്നെന്ന്. ഞാൻ ഈ കലയപുരത്തേക്ക് വരാൻ വേണ്ടി റെഡിയാകുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ കാണുന്നത്, എന്നെ ഒരു വ്യക്തി വന്നിട്ട് 2 തോളിനും ബലമായിട്ട് പിടിച്ചിട്ട് പറയാ, കലയപുരത്തിന് ഞാൻ വിടത്തില്ലെന്ന്. എന്തേ? സത്യമായിട്ടും
ഞാൻ പെട്ടെന്ന് ഞായറാഴ്ച രാവിലെ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ലിറ്ററലി 2 കരങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു സ്വപ്നമൊന്നുമല്ല, ഇത് ആത്മമണ്ഡലത്തിലെ ഒരു യുദ്ധമാണ്. ഹല്ലേലൂയ. ചിലത് നിങ്ങളോട് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചയക്കുമ്പോൾ പിശാച് പറയും അങ്ങോട്ട് അവനെ വിടത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനയോട് പോരാടി പ്രാർത്ഥിച്ചൊക്കെ വന്നത് കേട്ടോ. എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ പോരാടി പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ വന്നത്. ആത്മമണ്ഡലം സത്യമാ, അദർശലോകം സത്യമാ. നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഉണ്ടോ? നിങ്ങൾക്കറിയാമോ, ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ദൈവദൂതന്മാർ നിൽപ്പുണ്ട്. സത്യമാണോ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, ദൈവദൂതന്മാർ നിൽപ്പുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു ദൈവസഭയുടെ ആരാധനയിലേക്ക് കുനിഞ്ഞു നോക്കുന്ന ദൈവദൂതന്മാരുണ്ട്. അല്പം അങ്ങോട്ട് മാറി ഇരുട്ടിന്റെ ശക്തിയിൽ നിൽപ്പുണ്ട്, അന്ധകാര ശക്തിയിൽ നിൽപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കണ്ണുകൾ അദർശ ലോകത്തെ കാണത്തക്കവണ്ണം തുറന്നതല്ല. എല്ലാം കാണാനുള്ള കഴിവ് നമുക്ക്, അതിന്റെ അർത്ഥം ഇവിടെ ഇല്ലെന്നാണോ? ആണോ? ചിലർ പറയും ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കത്തുള്ളത് പറയും. ഞാൻ കാണാത്തതൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയില്ല. നമ്മൾ കാണാത്ത എത്ര സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ദിവസവും രാത്രി ഒരു 12 മണി 1 മണിയാകുമ്പോൾ നാട്ടിലെ പട്ടികളെല്ലാം കൂടെ കിടന്ന് ഓരിയിടും. അറിയാലോ, പട്ടി ഓരിയിടുന്ന അറിയാലോ. അപ്പൊ ആളുകൾ പറയും പട്ടി എന്തോ കണ്ടിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന്. ഹലോ, പട്ടി എന്തോ, നമുക്ക് കാണാൻ പറ്റാത്തത് പലതും പുള്ളിക്ക് കാണാം. മൃഗങ്ങൾക്ക് കാണാം. നമുക്ക് കാണാൻ പറ്റാത്തത് മൃഗങ്ങൾക്ക് കാണാം. രാത്രി നമുക്ക് കണ്ണ് കാണാമോ? കുറച്ചൊക്കെ കാണാം അല്ലേ? പക്ഷെ പൂച്ചയ്ക്ക് നന്നായിട്ട് രാത്രി കണ്ണ് കാണാം. കാരണം എന്താ? നമ്മുടെ കണ്ണിനകത്ത് റോഡ് സെൽസ്, കോൺ സെൽസ് ഒക്കെ ഉണ്ട് അല്ലേ? അതിനകത്ത് ഈ പച്ച കളർ പൂച്ചയുടെ കണ്ണിന് വരാൻ കാരണം എന്താ? അതിനകത്ത് സെല്ല് രാത്രിയിലേക്ക് ഡിസൈൻ ചെയ്തതല്ല, രാത്രിയിൽ അതിന് കാഴ്ച കൂടുതല. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല ശബ്ദങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എത്ര എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റും? ഹല്ലേലൂയ. ആനകൾ തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാമോ? കേൾക്കില്ല. പക്ഷേ ശാസ്ത്രം പറയുന്നു 5 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആനയുടെ ശബ്ദം മറ്റൊരാനയ്ക്ക് കേൾക്കാമെന്ന്. നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന് പരിമിതിയുണ്ട്. എത്ര ഹെർട്സാ കുഞ്ഞുങ്ങളെ? പഠിച്ചിട്ടില്ലേ? 20,000 ഹെർട്സ് മാക്സിമം. സ്റ്റാർട്ടിങ് എത്രയാണ്? 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കത്തുള്ളൂ. നമ്മൾ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പട്ടി കേൾക്കും, ആന കേൾക്കും അല്ലേ? ഹലോ, പട്ടിക്കൊരു ഗുണമല്ലേ? പട്ടി എന്തിനാ പോലീസിൽ എടുക്കുന്നത്? മണം പിടിക്കാൻ. ഒരു 3 ദിവസം മുമ്പ് ഇതിലൂടെ ആര് പോയെന്ന് പട്ടി മണം പിടിച്ചിട്ട് പറയും, നമുക്കെങ്ങാനും അങ്ങനെയുള്ള ഗുണം വല്ലതും തന്നായിരുന്നെങ്കിൽ എൻ്റെ തമ്പുരാനെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹല്ലേലൂയ, എന്തൊക്കെ മണം പിടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടും കുത്തി കിരണ്ടി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ചിലരുടെ കഴിവ് കണ്ടാൽ നമ്മളവർക്ക് കർത്താവേ വെറുതെയല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തതല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ദൈവമക്കളെ, നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ അദർശമണ്ഡലം ഇല്ലെന്നല്ല അർത്ഥം. നമുക്ക് കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ദൂതന്മാരുണ്ട്, ഇവിടെ സാത്താന്യ മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മെ തടയുന്ന ശക്തികളുണ്ട്. അതൊരു പക്ഷെ രോഗമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മണ്ഡലത്തെ തകർത്തുകൊണ്ടായിരിക്കാം പ്രതിഫലിക്കുന്നത്. എന്തു സംഭവിക്കുന്നു? പ്രാർത്ഥനയാൽ അന്ധകാര ശക്തികൾ വഴിമാറുമ്പോൾ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ നിഴലിടുവാനിടയായിത്തീരും. അപ്പോൾ മതിലുകൾക്ക് ഇടിവുണ്ടെങ്കിൽ ശത്രു ആരാ നമ്മുടെ ശത്രു? ആരാ നമ്മുടെ ശത്രു? നമ്മുടെ ബോസാണോ? നമ്മുടെ അയൽവക്കത്തുകാരനാണോ? അല്ല. വേദപുസ്തകം കൃത്യമായി പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ ഭരിക്കുന്ന അന്ധകാര മണ്ഡലത്തോടുമാണ്, പൈശാചിക മണ്ഡലത്തോടുമാണ്, ഇരുട്ടിന്റെ ശക്തികളോടാണ് നമ്മുടെ യുദ്ധമുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശത്രുവാകുന്ന പിശാച് നമ്മെ തകർക്കുവാൻ, നമ്മെ നോക്കുവാൻ, നമ്മുടെ പരിധിക്കകത്തേക്ക്, നമ്മുടെ മതിലിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരുവന്റെ വാള് പിടിച്ചുകൊണ്ട് നിന്നിട്ട് പറയുകയാണ് ഞാൻ അനുവദിക്കത്തില്ലെന്ന്. പേഴ്സണൽ ഇന്റർസീഡേഴ്സ്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില പാസ്റ്റർമാർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പാസ്റ്റർ ആണെങ്കിൽ. ആരാണ്? ഹലോ, എനിക്ക് വേണ്ടിയേ എൻ്റെ സഭക്കാർ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ ഭാര്യയും പിള്ളേരും പ്രാർത്ഥിക്കണം അല്ലേ? കേൾക്കുന്നുണ്ടോ?
ഹലോ, എനിക്ക് വേണ്ടി എന്റെ സഭക്കാര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്റെ ഭാര്യ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണ്ടേ? എന്റെ മക്കൾ പ്രാർത്ഥിക്കണം. കാരണം അതുകൊണ്ടാണ് അവരെ എന്റെ കുടുംബത്തിൽ ദൈവം അപ്പോയിന്റ് ചെയ്തത്. ഇനി എന്റെ കുടുംബത്തിൽ എന്റെ ഒരു കസിൻ പാസ്റ്ററാണ്. ഞാൻ മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യമാണ് കേട്ടോ. നമ്മുടെ കസിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അങ്ങ് ആഫ്രിക്കയിലുള്ള പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിർത്തിയിട്ട് നിന്റെ കുടുംബത്തിനകത്തുള്ള ചിലർക്ക് വേണ്ടി നീ പേഴ്സണൽ ഇന്റർസീഡറായി മാറ്. പിശാച് ദൈവദാസന്മാരെ ടാർഗറ്റ് ചെയ്യുന്നു. പിശാച് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒത്തിരി വാർത്തകൾ കേട്ടു. ഷാജി പാസ്റ്ററെ പോകുന്ന പോക്കിൽ ആക്സിഡന്റ്. ഹലോ, ദൈവത്തിന്റെ കൃപയൊക്കെ നമ്മൾ ജീവനോട് ഇരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ഒറ്റ വർഷത്തിൽ തന്നെ 2 വർഷത്തിനിടയിൽ 3-4 ആക്സിഡന്റ് എനിക്കുണ്ടായി. പക്ഷെ തമ്പുരാൻ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം, ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവം ആരെങ്കിലും തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഫിന്നി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഷഖന റംശൽ ഖമന. ഹലോ, താങ്ക് യു ജീസസ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2024 ഒക്ടോബർ മാസത്തില് എനിക്ക് ഡൽഹിയിൽ ഒരു ക്യാമ്പിന് പോകണം. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 14 കുഞ്ഞുങ്ങൾ, അവരാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. ഞാൻ മിനിസ്റ്ററി ചെയ്യുന്നു. ഞങ്ങളൊരു ഡൽഹിയിൽ ഒരു യൂത്ത് ക്യാമ്പിന് പോവുക 2024 ഒക്ടോബർ മാസത്തില്. പിശാച് നമ്മളെ ട്രാപ്പ് ചെയ്യും കേട്ടോ. എന്നെ പിശാച് ട്രാപ്പ് ചെയ്തു. എങ്ങനെയാണെന്നറിയാമോ? ക്യാമ്പിന് പോകുന്നതിന് 3 ദിവസം മുമ്പ് എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. വണ്ടി അന്ന് വലിയ പഴയ വണ്ടിയൊന്നുമല്ല, വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. ഞാൻ സർവീസ് സെന്ററിൽ ഫോൺ ചെയ്തു. അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അവരെത്ര നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. കൃത്യമായിട്ട് ക്യാമ്പിന് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കണം ഉച്ചയ്ക്ക് 2 മണിക്ക്. 11 മണിയാകുമ്പോൾ എനിക്കൊരു കോള് വരുന്നു, നിന്റെ സ്പെയർ ചാവി ഒന്ന് കൊണ്ടുതരണം. കാരണം ഇപ്പോഴത്തെ ചാവിയിലെല്ലാം ചിപ്പുണ്ട് അല്ലേ, ഈ ചിപ്പ് കണക്ട് ആകാത്തത് കൊണ്ടാണോ എന്ന് അവർക്കൊരു സംശയം. വേറെ എല്ലാം നോക്കിയിട്ടും എന്ത് ചെയ്യുന്നില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ സ്പെയർ ചാവി കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വരുന്നത്. നിങ്ങൾ കേൾക്കണേ ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ഞാനപ്പോൾ പെട്ടെന്ന് സ്കൂട്ടർ എടുത്ത് അടിച്ചു വിട്ട് പാഞ്ഞു പോകുകയായി സ്പെയർ ചാവി കൊടുക്കാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറയാ വണ്ടി സ്റ്റാർട്ടായി. ഞാൻ ചോദിച്ചു എന്താ പ്രോബ്ലം? അപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, വണ്ടി സ്റ്റാർട്ടായി. ഇത് ട്രാപ്പല്ലേ? എന്നിട്ട് ഇവർ പറഞ്ഞു വണ്ടി സാർ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് പോകണം. എവിടെ പോകണം? ഡൽഹിക്ക് പോകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കീബോർഡും ഗിറ്റാറും എല്ലാം എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അന്നേരം ഞാൻ സർവീസ് സെന്ററിൽ നിൽക്കുക. ഹല്ലേലൂയ. എനിക്ക് സ്കൂട്ടർ കൊണ്ടുപോകണം, എനിക്ക് കാറും കൊണ്ടുപോകണം. ഞാൻ അവിടെ നിന്നൊരു ഡ്രൈവറെ ആവശ്യപ്പെട്ടു. ഡ്രൈവർ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ തൊട്ടു പുറകെ ഞാൻ എൻ്റെ സ്കൂട്ടറെ പോവുക. അങ്ങനെ പോകുമ്പോൾ ബോംബെയിലെ ഗോഡ്ബന്ദർ റോഡ് എന്ന് പറയും. ഈ അടുത്ത സമയത്ത് ഭയങ്കര ആക്സിഡൻറ്റ് നടന്ന റോഡാണ്, സ്ഥിരം ആക്സിഡൻറ്റ് നടക്കുന്ന റോഡാണ്. ആ റോഡിൽ വെച്ച് എൻ്റെ തൊട്ടു പുറകെ വന്ന ഒരു 16-18 ടയറുള്ള ഒരു വലിയ ട്രക്ക് എൻ്റെ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഞാൻ ആകാശത്ത് ഉയർന്നു പറന്നു. ശരിക്കും സ്കൂട്ടറും ഞാനോട് ഒന്നിച്ചങ്ങ് പൊങ്ങിപ്പോയെന്ന്. പോയി വീണത് ഒരു 5 അടിയുള്ള കുഴിയിലോട്ടാണ്. ഹലോ, ഇടിച്ചു തെറിപ്പിച്ച്. ഈ പിള്ളേർ കണ്ടിട്ടില്ല സൂപ്പർമാൻ പറക്കുന്നത്? ഞാനിങ്ങനെ ഈ പറന്നു പോയി കുഴിക്കകത്തോട്ട് വീണു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 കരം അനുഭവിച്ചു. എൻ്റെ താഴെ 2 കരം ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചു. എന്നെ താങ്ങിപ്പിടിക്കുന്നത് അനുഭവിച്ചു. ഈ കുഴിക്കകത്ത് കടന്നിട്ട് സ്കൂട്ടറിന്റെ മണ്ടേന്ന് ചാടി ഇറങ്ങിയിട്ട് ഹല്ലേലൂയ, സത്യമായിട്ടും ഈ സ്കൂട്ടർ ഇങ്ങനെ നേരെ തന്നെ ഇരിക്കുക താഴെ പോയിട്ട് കേട്ടോ. കാരണം ഒരു സ്ലോപ്പാണ്, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുക. ചാടി ഇറങ്ങിയിട്ട് ഞാൻ നോക്കുന്നത് കയ്യോ കാലോ ഒടിഞ്ഞോന്നാ. മുട്ടുപൊട്ടി, ജീൻസ് കീറി. ഹല്ലേലൂയ. ക്യാൻവാസ് ഷൂ ആയിട്ടിരുന്നത് അത് കീറി, എൻ്റെ ചെറുവിരൽ മുറിഞ്ഞു. പക്ഷെ എൻ്റെ കൈയും കാലും ഒടിഞ്ഞില്ല. ഞാൻ പറഞ്ഞു കർത്താവേ, എൻ്റെ ഡൽഹി ക്യാമ്പ് ഞാൻ എങ്ങനെ ഡൽഹിക്ക് പോകും? ഇനി അടുത്ത പ്രശ്നം, ഈ 5 അടിയുള്ള കുഴിയിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് എങ്ങനെ മേളി വെക്കും? ഹല്ലേലൂയ. അന്നേരത്തേക്ക് ആൾക്കൂട്ടം ഉണ്ടായി. അവർ പറഞ്ഞു ബസ് ഗയ നസീബ് ബഹുത് അച്ഛാ ഹൈ, ഭാഗ്യശാലിയാ കേട്ടോ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഭാഗ്യമല്ല കേട്ടോ, കർത്താവിന്റെ കൃപയാണ്. ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാട്ടുകാർ തന്നെ സ്കൂട്ടർ വലിച്ചു പൊക്കിയെടുത്ത് മേളി വെച്ചു. കുറെ ഏടാത്തേടയായിരുന്നു. ഹാൻഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടി. ഞാൻ ഒരു പരുവത്തിൽ അത് ഓടിച്ച് കൊണ്ടുവന്നു. വീട്ടിൽ ഫോൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകുക, ഒരു കൈലിയും ഷർട്ടും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവരും, കാരണം ഇത് മുഴുവൻ പോയി. ഹല്ലേലൂയ. ആക്സിഡന്റ് പറ്റി. ഇനി എങ്ങനെ ക്യാമ്പിന് പോകും? ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് വരണം, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഹല്ലേലൂയ.
2.5 വണ്ടി ഞാൻ ഓടിപ്പോയി പിടിച്ചു. ഹല്ലേലൂയ. ഞാനവിടെ പ്രസംഗിച്ചത് ഈ സ്റ്റേജിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ എന്താ പറഞ്ഞ ഞൊണ്ടി നടന്നാ പ്രസംഗിച്ചത്. കാരണം മുട്ടിന് നല്ല വേദന. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ കേട്ടോ. കഥ പറയുകയല്ല, ജീവിതാനുഭവം പറയുക. നിങ്ങൾക്ക് ഒരു തത്വശാസ്ത്രത്തെ, ഒരു ഫിലോസഫി കൊണ്ട് ഖണ്ഡിക്കാം. പക്ഷെ ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റത്തില്ല. യേശു ജീവിക്കുന്നു എന്നത് ഞാൻ അനുഭവിച്ചത്. ഇത് എന്റെ തലച്ചോറിന്റെ അകത്ത് കയറി ആരോ പറഞ്ഞു പഠിപ്പിച്ച ഫിലോസഫിയല്ല, ഇത് തത്വചിന്തയല്ല, ഞാൻ അനുഭവിക്കുന്ന ജീവിതമാണ്, പച്ചയായ ജീവിതമാണ്. ഡൽഹിയിൽ ചെന്നു. ഡൽഹിയിലെ ക്യാമ്പിന്റെ ആദ്യത്തെ സെക്ഷൻ, ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലക്നൌവിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിക്ക് ഭൂതമിളകി. ഹലോ, ഭൂതമിളകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ? പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഇളകുമായിരുന്നു അല്ലേ? ഇപ്പൊ ഇളകിയാൽ നമുക്കൊരു ശുശ്രൂഷയുണ്ട്, ഭൂതശാന്തി. എന്താണ് ഭൂതശാന്തി? നമ്മൾ പറയും ശാന്തമായിട്ട് ഇരുന്നോളം പറയൂടെ, അതിനാ പറയുന്നത് ഭൂതശാന്തി. ഭൂതമിളകി. എന്നിട്ട് ഹിന്ദിക്കാരിയായ പെണ്ണിലൂടെ ഈ ഭൂതം എന്നോട് പറയാ, അബ് തോ തും ബച്ച് ഗയാ, അഗലെ ബാർ തുജെ ചോടേഗാ നഹി. എന്താ പക്ഷേ ഇതിന്റെ അർത്ഥം? ഈ പ്രാവശ്യം നീ രക്ഷപ്പെട്ടടാ, അടുത്ത പ്രാവശ്യം നിന്നെ വിടത്തില്ലെന്ന്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഹല്ലേലൂയ. കഥ അതുകൊണ്ട് തീർന്നില്ല കേട്ടോ, ഒക്ടോബർ മാസത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നു. 2025 ഫെബ്രുവരി മാസം. ഹല്ലേലൂയ. ക്യുവറ്റിലുള്ള മംഗഫോ ഫാഹേൽ IPC ചർച്ചിൽ ഒരു 7 days ഫാസ്റ്റിംഗ് പ്രയറിന് അവരെന്നെ വിളിച്ചു. ഞാൻ ക്യുവറ്റിൽ പോയപ്പോൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഒരു രാത്രി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഒരു കുടുംബം എന്നെ പരിചയപ്പെടാൻ വരിക. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു കുടുംബം എന്നെ പരിചയപ്പെടാൻ വരിക. IPCയിലെ വളരെ മുതിർന്ന ഒരു നേതാവിൻ്റെ കൊച്ചുമക്കളാണ്. അത്രമാത്രം ഞാൻ പറയാം, പേഴ്സണലി പറയാം ആരാണെന്നുള്ളത്. അവരെന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് ഞങ്ങളെ അറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ആസാദിയിൽ കൂടി ഒരു സാക്ഷ്യം കേട്ടു, പാസ്റ്റർക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ദൈവം വിടുവിച്ചെന്ന്. ഞങ്ങൾ അതേ സംബന്ധിച്ചൊരു സാക്ഷ്യം പറയാനാണ് വന്നത്. എന്താ സാക്ഷ്യം എന്നറിയാമോ? ആ സഹോദരി എന്നോട് പറയാം, പാസ്റ്റർക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നം, പാസ്റ്റർക്ക് ആക്സിഡന്റ് ഉണ്ടായി, പാസ്റ്റർ മരിച്ചുപോയി. ഫിനി പാസ്റ്റർ മരിച്ചുപോയി. ഹല്ലേലൂയ. എന്നിട്ട് ആ സഹോദരി പറയാണ്, സ്വപ്നത്തിൽ അവർ കാണുകയാണ്, എൻ്റെ ഭാര്യ സാൻഡി പറയുകയാണ്, അയ്യോ ഈ ചാനൽ ഇനി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നടത്തും? ഈ ചാനൽ എനിക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റത്തില്ല. പാസ്റ്ററെ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി 2 ദിവസം പാസ്റ്റർക്ക് വേണ്ടി ഉപവസിച്ചു. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി നിങ്ങൾ മുട്ടാൻ നിൽക്കണം. ഷഖന രാംഷൽ ഖമന. എത്രയോ ദൈവദാസന്മാരാ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. എന്താ കാരണം എന്നറിയാമോ? പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച നിങ്ങൾ ആഫ്രിക്കയിലുള്ള പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എപ്പോപ്രാസ് ആഗോള സഭയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. എപ്പോപ്രാസ് ആഗോള സഭയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. അയ്യോ, സമയം പോയി. ഹല്ലേലൂയ. എപ്പോപ്രാസ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? കൊലോസ്യ സഭയ്ക്ക് വേണ്ടി അല്ലേ? അതിന്റെ കാരണം കൊലോസ്യ ലേഖനം 1:7 വായിച്ചാട്ടെ. കൊലോസ്യർ 1:7. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹഭൃത്യനാകുന്ന എപ്പഫ്രാസിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ചരിത്രം പറയുന്നത് കൊലോസ്യ സഭയിലെ സ്ഥാപകനെ പോലെ, അല്ലെങ്കിൽ കൊലോസ്യ സഭയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത അവരുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് എപ്പഫ്രാസ്. ഹലോ, ആർക്കെങ്കിലും വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, നിന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയാണ്. നിന്റെ കുടുംബത്തിലുള്ളവർ, നിന്റെ സഭയിലുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല കേട്ടോ, നീയേ ഉള്ളൂ. നിന്റെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല, അത് നീയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. അവർക്ക് അപകടങ്ങൾ പറ്റുന്നു. എന്നെയും ഷാജി പാസ്റ്ററിനെ പോലുള്ളവർക്ക് കർത്താവിന്റെ മഹാകൃപ കൊണ്ട് ജീവനോടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്ററും അനുഭവിച്ചല്ലേ, കൺവെൻഷന്റെ മധ്യത്തിൽ. ഇതൊന്നും ചുമ്മാതല്ല കേട്ടോ, ഇതൊക്കെ സ്പിരിച്വൽ വാർഫെയർ ആണ്. ഭൗതിക മണ്ഡലം മാത്രം കാണുന്നവർക്ക് അത് മനസ്സിലാകുകയില്ല. ആത്മമണ്ഡലത്തിന്റെ അളവുകൾ എടുത്തവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ചിലർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മധ്യസ്ഥ കാണിച്ച് പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും മതിൽ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ,
ചിലർ പറയും ആ പാസ്റ്റർ എന്തോ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ് പറയല്ലേ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ദൈവം ശിക്ഷിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കൈവെക്കാമോ? എന്നെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്, ഒന്ന് കൈവെക്കാമോ? ആരെങ്കിലും എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ ദൈവം ശിക്ഷിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരുമില്ല. എന്നെ ഒത്തിരി ശിക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവം ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 12 പറയുന്നത് നിങ്ങൾ മക്കളല്ലെന്ന് പറയുന്നു. നിങ്ങൾ കൗലിടയന്മാരാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. ഹലോ, അയൽവക്കത്തുകാരന്റെ പിള്ളേരെ ആരെങ്കിലും പിടിച്ചു തല്ലുമോ? നമ്മുടെ കൊച്ചു തെറ്റ് ചെയ്താൽ അല്ലേ? ഞാൻ ഡാനിയും ഡോണയും പഠിപ്പിക്കാനിരിക്കരുത്. ഞാൻ പണ്ടേ ടീച്ചറാണ് കേട്ടോ. ഞാൻ കുറേ പണ്ടത്തെ കേരളത്തിലെ പാരലൽ കോളേജിലൊക്കെ പഠിപ്പിച്ചതാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കുറേ ഞാൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത് പോലെ പറയുന്നത്. എനിക്ക് വലിയ ആഗ്രഹം ബഹളം ഉണ്ടാക്കി പ്രസംഗിക്കാൻ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്ന്. ഹലോ, പക്ഷേ ഡാനിയും ഡോണയും ഞാൻ പഠിപ്പിക്കാനിരുന്നാൽ ഞാൻ വയലന്റ് ആകും. പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന നല്ല ബെസ്റ്റ് ടീച്ചറാണ് കേട്ടോ. ചിരിച്ചോട്ട് തമാശ പറഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകനാ. പക്ഷെ എൻ്റെ മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല. അവസാനം സാൻഡി വന്നിട്ട് പറയും അവരെ പഠിപ്പിച്ചത് മതി, ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയും. കാരണം എൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, നാട്ടുകാരുടെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അവർ പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പിള്ളേരെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അന്നേരം അവരുടെ ബ്രെയിൻ്റെ അകത്ത് കയറണം. ഇല്ല, എനിക്ക് സഹിക്കത്തില്ല, ഞാൻ വയലന്റ് ആകും. കാരണം എന്താ, എൻ്റെ പിള്ളേരാ അല്ലേ? ഹലോ, ഇതുപോലെ സ്വർഗത്തിലെ അപ്പൻ കേട്ടോ. നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അടി കൊണ്ടിട്ടുണ്ടോ? എനിക്ക് മിനിറ്റിന് വെച്ച് അടികൊള്ളൂ. എനിക്ക് മിനിറ്റിന് വെച്ച് അടികൊള്ളൂ. ഞാൻ ഈ പറഞ്ഞ എൻ്റെ മദറിലോ ബോംബെക്ക് വരുന്നതെന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാർ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയുണ്ട്, അമ്മായിമ്മ വരുന്നു, സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പുറകെ വന്ന് ഹോൺ അടിച്ചു. അപ്പോൾ എൻ്റെ ഈഗോ പറഞ്ഞ് കയറ്റി വിടല്ലെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനല്ലേ? നമ്മളാരാ? റോഡിലെ രാജാക്കന്മാരാ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ് കയറ്റി വിടില്ല. അവൻ ആരടാ? അവനെക്കാട്ടിലും വലിയ പുള്ളിയാണ്. ഞാൻ സൈഡ് കൊടുത്തില്ല. അവൻ പിന്നെ ഹോൺ അടിച്ച് ഇങ്ങോട്ട് പുറത്ത്. ഞാൻ ഇവനെക്കാട്ടിലും സ്പീഡ് എടുത്ത് ഓടിച്ചു. അവസാനം ഞങ്ങൾ 2 പേർക്ക് 2 വഴിക്ക് പോകേണ്ടതായതുകൊണ്ട് അവൻ കയറിപ്പോയി. നമ്മളാണെങ്കിൽ വാശി പിടിച്ച് എന്ത് ചെയ്യുന്നറിയാം, അവൻ്റെ പുറകെ അവൻ്റെ വഴിക്ക് പോകും. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടെന്ന് പോലും മറന്നു അല്ലേ? ചിലർക്കൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാസ്തവ അവൻ്റെ പുറകെ അവനെ ഓവർടേക്ക് ചെയ്യാൻ പോയതാ, എനിക്ക് വഴി തെറ്റിപ്പോയത്. കാരണം അവൻ്റെ പുറകെ അങ്ങ് പോയി. എന്ത് ഭ്രാന്താണല്ലേ, എന്ത് ഭ്രാന്താണ്! ഈ പറഞ്ഞ ഈഗോയും ഒക്കെ നമ്മെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഡെസ്റ്റിനേഷൻ പോലും, നമ്മുടെ ലക്ഷ്യം പോലും തെറ്റിപ്പോവുകയാണ്. ജീവിത ലക്ഷ്യം പോലും തെറ്റിപ്പോവുകയാണ്. അങ്ങനെ ഓടിച്ച് കയറി ചെന്നപ്പോൾ ഒരു ടോൾ ഗേറ്റ് ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുക. ഞാൻ അങ്ങനെ നിർത്തിയിട്ട വണ്ടിയുടെ പുറകിൽ ഒരു ചെറുക്കം വന്ന് ഒറ്റ ഇടിച്ചു. എൻ്റെ ബമ്പറെല്ലാം കൂടെ അകത്തോട്ട് കയറിപ്പോയി. കർത്താവിനോട് പറഞ്ഞു, എടാ ടൈമിങ് കറക്റ്റാ, നീ ഒരു അല്പം പതിയെ വന്നായിരുന്നെങ്കിൽ അവൻ നിന്റെ മുമ്പിൽ പോയനെ. നീ ഓടിച്ചു പിടിച്ചു മറ്റവനെ ഓവർടേക്ക് ചെയ്ത് നീ കറക്റ്റ് ടൈമിങ്ങിന് ഇവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. എന്തിനെ? നിനക്ക് ഇടി കിട്ടേണ്ടത് ആവശ്യമാണ്. ഹലോ, അതുകൊണ്ട് അവനോട് ചീത്ത വിളിക്കൊന്നും വേണ്ട. അവനോട് പൊയ്ക്കാട്ട് സഹോദരൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അവനെ അങ്ങ് ടാറ്റ പറഞ്ഞങ്ങ് വിട്ടാൽ മതി. അവനെ എന്തിനാ നമ്മൾ ചീത്ത വിളിക്കുന്നത്? നമ്മളല്ലേ കുറ്റക്കാര്. കർത്താവ് പറഞ്ഞു, മോനെ മിനിറ്റ് വെച്ച് ഞാൻ അടി തന്നതാ. ഞാൻ പറഞ്ഞു, യേശുപ്പാ നന്ദി, കാരണം ഞാൻ നിന്റെ മോനാ. കർത്താവ് നിങ്ങളെ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുള്ള അടി കിട്ടിയിട്ടുള്ളവർ കൈ ഉയർത്തിക്കാട്ടെ, ധൈര്യമായിട്ട് ഉയർത്തിക്കാട്ടെ. അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറയുമ്പോൾ ഈ വിരസമായ സാക്ഷ്യങ്ങൾ പറയല്ലേ, കഴിഞ്ഞ ആഴ്ച കർത്താവ് എന്നെ തല്ലി എന്ന് പറയണം, അഭിമാനത്തോട് പറയണം. മക്കളായതുകൊണ്ട് അടി കിട്ടിയത് കേട്ടോ. നീ യേശുവിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ നിന്നെ യേശു തല്ലുകയും തലോടുകയും ചെയ്യും. തലോടൽ മാത്രം പ്രതീക്ഷിക്കരുത്. ചിലപ്പോഴൊക്കെ അങ്ങനെ ഒക്കെ സംഭവിക്കും. എനിക്കൊന്ന് ഞാൻ ക്രാഷ് ലാൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഇടിവിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു വാക്യം കൂടെ വായിക്കാം, കാരണം അത് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന വാക്യമാണ്. മീഖ 7:11. മീഖ 7:11. വേഗത്തിൽ മക്കളെ, ഒന്ന് വേഗത്തിൽ. മീഖ 7:11. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഇതാണോ വാക്യം? നിന്റെ മതിലുകൾ പണിയാനുള്ള കാലം വന്നിരിക്കുന്നു. നിന്റെ മതിലുകൾ പണിയാനുള്ള നാൾ വരുന്നു. അന്നാളിൽ നിന്റെ അതിര അകന്നു പോകും. മതിലെന്ത് ചെയ്യുക? മതില് പൊളിഞ്ഞു കിടക്കുക. പ്രവാചകൻ എന്താ ചെയ്യുന്നത്? മുകളിലത്തെ വാക്യത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്നോട് പാപം ചെയ്തു. മീഖ പ്രവാചകൻ പാപം ചെയ്തോ? മീഖ പാപം ചെയ്തോ? ഇല്ല. പിന്നെ എന്തിനാ ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞത്? മീഖ ജനത്തിന്റെ പ്രതിനിധിയായി മാറുകയാണ്. ഇടിവിൽ നിൽക്കുക കേട്ടോ. എപ്പപ്രാശനെ പോലെ മീഖ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്തു. ഈ ജനത്തിന്റെ മതിൽ പൊളിഞ്ഞു പോയി. എപ്പോഴാണ് മതിൽ പൊളിയുന്നതെന്നറിയാമോ?
പല കാരണങ്ങളുണ്ട് മതിൽ പൊളിയാൻ. വളരെ പ്രധാനപ്പെട്ട കാരണം പാപം. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നീ ജെറുസലേമിന്റെ മതിലുകളെ പണിയണമേ. പാപം ചെയ്തപ്പോൾ ജെറുസലേമിന്റെ മതിലുകൾക്ക് ബ്രീച്ചസ് ഉണ്ടായി, ഇടിവുകളുണ്ടായി. പാപം ജീവിതത്തിലെ മതിലുകളെ പൊളിക്കും. മധ്യസ്ഥത അണയ്ക്കുന്ന എപ്പപ്രാസുമാരുണ്ടെങ്കിൽ, കർത്താവെ ഈ ജനത്തെ നീ തികഞ്ഞവരാക്കണം, ഈ ജനത്തെ നീ ആത്മീകരാക്കണം. ആരെങ്കിലും പാപം ചെയ്യുന്നത് കണ്ടാൽ അവനെ പരിഹസിച്ചിട്ട് കാര്യമില്ല, അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പേഴ്സണൽ ഇന്റർസീഡേഴ്സ് ഉണ്ടാകണം. എന്റെ സഭയിലെ വിശ്വാസികളെ സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞ് എത്ര ഉപവസിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടച്ചാട്ടെ, ഒന്ന് പറഞ്ഞാട്ട് കർത്താവേ ഹല്ലേലൂയ. ഈ 29ാമത് കലവൂർ കൺവെൻഷന്റെ അവസാനത്തെ സെഷനിൽ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്ന വചനം, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടിവിൽ നിൽക്കുക, പ്രാർത്ഥനയിൽ പോരാടുക. റസലിംഗ് ഇൻ പ്രയർ. ഹല്ലേലൂയ. റസലിംഗ് ഇൻ പ്രയർ എന്ന് പറഞ്ഞാൽ ബലാത്കാരികൾ ബലാത്കാരേണ സ്വർഗരാജ്യത്തെ അവകാശമാക്കുമെന്നാ കേട്ടോ. വയലന്റ് ആയിട്ട് കർത്താവെ ഇത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ എന്ന പ്രാർത്ഥന. ഈ പോരാടിയുള്ള പ്രാർത്ഥന എന്ന പദം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആഗനൈസ് ചെയ്യുക എന്ന പദത്തിന് തുല്യമാണ്. ആഗണി എന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ? വേദന എന്ന അർത്ഥം, അല്ലെ? വേദനയോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവന് വേദന ഉണ്ടാകത്തക്കവണ്ണം, പ്രാണവേദനയോടെ. ഈ പോരാടിയുള്ള പ്രാർത്ഥന ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പ്രയർ റിക്വസ്റ്റിന്റെ താഴെ നമ്മൾ 2 കൂപ്പുകൈ ഇടത്തില്ലേ? നമ്മുടെ ആർഗനൈസിങ് പ്രയർ അതാണ്. 2 കൂപ്പുകൈ ഇടുന്ന ഉഴപ്പൻ പരിപാടിയല്ല വേദനയോടുള്ള പ്രാർത്ഥന. വേദനയോടുള്ള പ്രാർത്ഥന മുട്ടുമേലിരുന്ന് യേശു കർത്താവ് ഗതസമനയിൽ വിശർപ്പിനോടൊപ്പം രക്തം പോലും പുറത്തു വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് പ്രാർത്ഥന. എത്ര പേർ പറയും? കരങ്ങളെ ദിവസം ദൂരത്തിൽ പറഞ്ഞാട്ട്, കർത്താവ് ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ സഹവിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതം നിസ്വാർത്ഥമാണ്. നാം നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുന്നു, കലബുരം സെന്ററിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വചനം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. നിന്റെ മതിലുകൾ പണിയും, നിന്റെ അതിരുകൾ അകന്നു പോകും. ദൈവാത്മാവ് തന്നൊരു വെളിപ്പാട് പറയാം, അതിവിടെ കൈമാറിയിട്ട് പോകാം. മതില് പൊളിഞ്ഞുപോയി. പണിയുമ്പോൾ എവിടെ പണിയുന്നത്? പണ്ടുണ്ടായിരുന്നിടത്ത്, അല്ലേ? പക്ഷെ പ്രവാചകൻ പറയുകയാണ്, നീ അനുദപിച്ചാൽ, നീ മടങ്ങി വന്നാൽ നിന്റെ മതിലിനെ പണ്ടുണ്ടായിരുന്നിടത്തല്ല വിശാലമാക്കിക്കൊണ്ട്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? പണ്ടില്ലാത്ത ശുശ്രൂഷ മണ്ഡലങ്ങൾ നീ മടങ്ങി വന്നാൽ, നീ അനുദപിച്ചാൽ ഇന്നുവരെ ചെയ്യാത്ത ആത്മമണ്ഡലത്തിലെ ശുശ്രൂഷകൾ ചെയ്യത്തക്കവണ്ണം നിന്റെ അതിരിനെ അകറ്റുന്ന, നിന്നെ എക്സ്പാൻഷനിലേക്ക്, വിശാലതയിലേക്ക്, വിസ്തൃതിയിലേക്ക് നടത്തുന്ന ഒരാത്മിക അനുഭവത്തിലൂടെ സ്വർഗം കടത്തിവിടാൻ തയ്യാറാ. മതിൽ പണ്ടുള്ളിടത്ത് പണിയുമെന്നല്ല, മടങ്ങി വരുന്നവനെ ഇരട്ടി ശക്തിയോടെ ദൈവം ഉപയോഗിക്കുമെന്ന്. ഡീപ്രമോട്ട് ചെയ്യത്തില്ലെന്ന് ചിലർ നോക്കി പരിശുദ്ധാത്മ പറയുക, നിന്റെ പരാജയങ്ങളെ ക്ഷമിച്ച്, നിന്റെ തോൽവികളെ ക്ഷമിച്ച്, കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ പെന്തക്കോസ്തുകാരനായി ജീവിച്ച നീ ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറയുമ്പോൾ നിന്റെ മതിലുകളെ പണിത് വിശാലതയിലേക്ക്, ആത്മിക ശുശ്രൂഷയുടെ ഔന്നത്യത്തിലേക്ക് നടത്തുന്ന കാലമത്രയെന്ന് ഒരു ദൂത് കൈമാറുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചെന്ന പ്രിയ പാസ്റ്റർക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ ഇടയായി തീരുന്ന കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എല്ലാവർക്കും എഴുന്നേറ്റ് അതിലൊരു പാട്ട് പാടിയും നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ അവസാനം. അഭിഷേകത്താൽ ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ
അഭിഷേകം